എടിയേ ഇതൊന്ന് അലക്കണം. ഇത് ചെയ്ത് തീർത്തിട്ട് ചെയ്തെന്നാ പോരെ? അത് മതി. അവിടെ എങ്ങാനും വെക്ക്. ചുമ്മാ സോപ്പൊടിയിൽ ഇട്ടിട്ട് വെറുതെ മുക്കിയും എടുത്താൽ പോരാ കേട്ടോ. നന്നായിട്ട് ഒരച്ചൊക്കെ ഒന്ന് കഴുകണേ. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പോയിട്ട് അലക്ക്. ഇനി അങ്ങനെ ഒലമ്പാനും കഴുകാനൊന്നും അറിയാമല്ലോ, അതുകൊണ്ടല്ലേ. ഇത്ര നാള് ഞാൻ അലക്കിയിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇട്ട് നടന്നേ? അതെ, ഈ കോളറിന്റെ ഭാഗത്തൊക്കെ അഴുക്കുണ്ടാവാറുണ്ട്. അപ്പൊ അത് കോളറിൽ തേക്കുന്ന ബ്രഷ് ഉണ്ട് അവിടെ, അത് വിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഒരക്ക്. നീ അങ്ങനെ നല്ല പോലെ അങ്ങോട്ട് വരച്ചാ മതി. അല്ല, ഇപ്പൊ കോടതിയിലൊരു നിയമം വന്നായിരുന്നു. എന്ത് നിയമം? ജീവിത പങ്കാളി വേലക്കാരി അല്ല എന്നുള്ളത് അറിഞ്ഞില്ല? അങ്ങനെ വന്നല്ലേ? നീ എന്തിനാ എന്നെ പറ്റി അപവാദം പറഞ്ഞു? അപവാദം? അപവാദം എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. നീ എന്റെ ആങ്ങളെ വിളിച്ചു പറഞ്ഞില്ലടാ എന്നെ പറ്റി? അമ്മയുടെ ആങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞു. അമ്മ അമ്മ അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാവും. ഇതോടി സരസ്വതിയുടെ മോൻ നീയാണോ? സരസ്വതിയുടെ മോൻ ഞാൻ തന്നെ. എന്താ അപ്പൊ നീ എന്തിനാ വിളിച്ചു പറഞ്ഞ എന്റെ ആങ്ങളയോട്? അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ ആരെയും വിളിച്ചിട്ടും ഇല്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. നീ എന്നെ പറ്റി അപവാദം പറഞ്ഞെന്ന് നിന്റെ അമ്മായി എന്നെ വിളിച്ചു പറഞ്ഞല്ലോ. അമ്മായി അങ്ങനെ പലതും പറയും. അമ്മാവൻ പറഞ്ഞോ? അമ്മാവൻ പറഞ്ഞു, അമ്മായിയോട് പറഞ്ഞു. അതാണ് അമ്മായി എന്നെ വിളിച്ചു പറഞ്ഞത്. അമ്മ ചുമ്മാ ഉരുണ്ട് കളിക്കാതെ. അമ്മയോട് അമ്മയുടെ സഹോദരൻ എന്ന് വെച്ചാൽ എന്റെ അമ്മാവൻ പറഞ്ഞോ? പറഞ്ഞില്ല. പറഞ്ഞില്ലല്ലോ. എനിക്ക് അമ്മാവന്റെ വായിന്ന് കേൾക്കണം. നമുക്ക് അമ്മാവനെ വിളിക്കാം. ഫോൺ ഇവിടെ വേണ്ട. നീ വിളിക്കണ്ടടാ. നീ വിളിക്കാനൊന്നും വേണ്ട. ഇനി കൂത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഓരോന്ന് വിളിച്ചു അങ്ങോട്ടും പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു. എന്തിനാ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന? ഞാനൊന്നും അല്ല, അമ്മയുടെ നാത്തൂനായിരിക്കും. എന്നാലും ഒന്ന് വിളിച്ചു ചോദിക്കാം. വിളിക്കാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. അവരെന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞതാ. ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം പിന്നെ എങ്ങനെയാ അമ്മയോട് പറഞ്ഞേ? അത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വിളിച്ചു ചോദിക്കാലോ. വേണ്ട, ചോദിക്കണ്ട. ഇനി നീ എന്നെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞോണ്ടല്ലോ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും കേട്ടോടാ. നീ എന്നിട്ട് മുട്ടാലി ഇവിടെ കിടന്ന് കഴിയും. ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുന്നു ആവശ്യമില്ലാതെ. ഇതെന്തൊരു പാടായത്? നമ്മൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല, ചുമ്മാ മുട്ടുകാല്. അമ്മ എന്തായാലും മുട്ടുകാല് പൊട്ടിക്കും. പിന്നെ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും പോവും. പിന്നെ കയ്യും ഇല്ല കാലും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എന്തോന്നാണ് ഇത്? വരുന്നവര് പോകുന്നവരൊക്കെ എന്റെ തലമ്മ കിട്ടു കയറുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. എടീ പുഷ്പേ, ഞാൻ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇതൊന്നും നനച്ചതാ. ഇവിടെ വച്ചിട്ടുണ്ടേ. അകത്തിരുന്നല്ലേ പെണ്ണുമ്പിളക്ക് പ്രശ്നമുള്ളൂ. ഇവിടെ ഇരുന്ന ആരും ചോദിക്കാന്നറിയാല്ല. അപ്പച്ചി, നീയല്ലല്ല കൃഷ്ണല്ലേ വരേണ്ടത്. എന്തിനാ കൃഷ്ണ വരണേ? ഒന്നുമില്ല. എന്തിനാന്ന്? ഈ അച്ഛന്റെ ചെറുപ്പത്തിലുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു? നിന്റെ അച്ഛന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നു, പക്ഷെ ഒടുക്കത്തെ തീറ്റായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. അച്ഛൻ ഈ അപവാദം പറഞ്ഞു നടക്കണ എന്തെങ്കിലും സ്വഭാവം ഉണ്ടായിരുന്നോ? അപവാദം പറഞ്ഞു നടക്കണ സ്വഭാവം അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്റെ അമ്മയെ കെട്ടിയ ശേഷം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മേനെ വെക്കേട്ടാറുണ്ടാട്ടാ. ഞാൻ പറയും, അതന്നെ ഉള്ളതുകൊണ്ടല്ലേ പറയണ്. നിങ്ങളുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അപ്പച്ചിക്ക് അച്ഛമ്മയ്ക്കൊക്കെയാണ് ഈ അപവാദം പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉള്ളത്. ഞങ്ങളുടെ പാരമ്പര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യം നിനക്കും കിട്ടില്ലേ? അപ്പൊ നിനക്ക് പ്ലസ് ആയിട്ട് നിന്റെ അമ്മയുടെ പരദൂഷണവും കിട്ടും. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പച്ചിക്ക് നീ ചൊറിഞ്ഞ സ്വഭാവം വന്നേ? ഞാൻ സ്വന്തമായിട്ട് വളം ഇട്ട് വളർത്തി വലുതാക്കിയതാ. നിനക്ക് കുറച്ച് വേണ? എനിക്ക് വേണ്ട. എന്തിനാണ് മോള് എഴുന്നള്ളിയത്? അപ്പച്ചി, അപ്പച്ചി എനിക്കൊരു സഹായം വേണം. നീ എന്തിനാ അപ്പച്ചിയുടെ സഹായം ചോദിക്കണേ? നീ എന്റെ അടുത്ത് ചോദിച്ചൂടെ? ചോദിക്കാൻ പറ്റിയ ഒരാള് അപ്പച്ചി സഹായിച്ചാ മതി. എന്റെ അടുത്ത് എന്നെ സഹായിക്കാത്ത ആരെയും ഞാൻ സഹായിക്കാറില്ല. എന്താ പച്ചി അങ്ങനത്തെ ഒരു ടോക്ക്? എനിക്കെന്തിനും ഗുണം വേണ്ടേ? അല്ലാണ്ട് ഞാൻ ഇനി പഠിക്ക് പോണ്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ സഹായിക്കും അപ്പച്ചിനെ. അപ്പച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. എന്നിട്ടാണ് ഹെഡ്സെറ്റ് തരാൻ പറഞ്ഞിട്ട് നീ തരാഞ്ഞത് എനിക്ക്? അതിപ്പോ അമ്മ പറഞ്ഞ എനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അമ്മ പറഞ്ഞ് കേട്ടോണ്ടിരുന്നോ. എന്റെ സഹായം ഒന്നും വേണ്ടല്ലോ. അങ്ങനെ പറയല്ലേ. അപ്പച്ചി ഇങ്ങ് പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഹെഡ്സെറ്റ് എപ്പ വേണോ? ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം. എടി, നിനക്ക് ഈ അപ്പച്ചിയോട് സഹായം ചോദിക്കാൻ നാണല്ലേടി? ചേച്ചി വാങ്ങിച്ചു തരും എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി മേടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. എന്നാ പിന്നെ മിണ്ടാണ്ടിരി. അപ്പച്ചി പറ, അപ്പച്ചിക്ക് ഞാൻ എന്ത് സഹായം ചെയ്യണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യൂല്ലേ? ഉറപ്പായിട്ടും. നിന്നെ കൊണ്ട് കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്നാ പിന്നെ എന്റെ കൂടെ നിൽക്കല്ലേ? പിന്നെ അല്ലാണ്ട് വാ. എന്നാ വാ പോവാം. ഇങ്ങോട്ട് വാ, എങ്ങോട്ട് ഒരിക്കല്ലേ? ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്നോ.